ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ത്രിഏക ദൈവമായ കർത്താവേ, ദൈവം ഞങ്ങളെ നടത്തിയതാണല്ലോ, ഞങ്ങൾ നടന്നതല്ല, കർത്താവാണ് ഞങ്ങളെ നടത്തിയത്. ഞങ്ങൾ നിന്നതല്ല, കർത്താവാണ് ഞങ്ങളെ നിർത്തിയത്. ഞങ്ങളൊന്നും നേടിയതല്ല, എല്ലാം തന്നതാണ്. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം എപ്പോഴും ഞങ്ങളുടെ കൺമുൻപിൽ ഉണ്ടാകണമേ. അങ്ങിൽ നിന്ന് ഒരിക്കലും വേർപെട്ടു പോകാൻ ഇടവരരുതേ. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്ന വചനം എന്ന് പറയുന്നത്, നമ്മുടെ ധ്യാന വിഷയം എന്ന് പറയുന്നത്, യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യം. യേശു ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും നീ അറിയുന്നില്ലയോ? അപ്പോൾ ഈ ഒരു വാക്യം, യേശു ഉത്തരം പറഞ്ഞില്ല, ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഗ്രീക്ക് പരിഭാഷയിൽ അതിൽ എഴുതപ്പെട്ടിരിക്കുന്നത് യേശു സ്വസ്ഥത കൈവിടാതെ നിന്നു എന്നുള്ളതാണ്. ഇംഗ്ലീഷിലും ഹി കെപ്റ്റ് സൈലൻസ് എന്നുള്ളതാണ്. എന്നിരുന്നാലും അതിൻ്റെ ഗ്രീക്ക് പരിഭാഷയാണ് ഒന്നുകൂടി അർത്ഥവത്താക്കുന്നത്. യേശു സ്വസ്ഥത കൈവിടാതെ നിന്നു. നമുക്കറിയാം, ചരിത്രത്തിലെ ഏറ്റവും ഹീനമായിട്ടുള്ള വിധിന്യായം പ്രസ്താവിച്ച ഗവർണർ, റോമൻ ഗവർണറാണ് പീലാത്തോസ്. ആ പീലാത്തോസിൻ്റെ ജീവിതമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ആ പീലാത്തോസിൻ്റെ ജീവിതം നമ്മൾ ധ്യാനിക്കുമ്പോൾ പീലാത്തോസിൻ്റെ മാത്രം ജീവിതമല്ല, നമ്മളുടെ കൂടിയാണ്, നമ്മളാണ് ആ പീലാത്തോസ് എന്നും കൂടി വ്യക്തമാക്കുന്ന രീതിയിലാണ് നമ്മുടെ ധ്യാനം. അധികാരത്തിൻ്റെ ദുർമത്ത്, അതായത് അധികാരം അഹങ്കാരമായിട്ട് വെച്ചിരുന്ന ആ രാത്രിയിൽ പീലാത്തോസ് ഇരിക്കുകയും യേശു കുറ്റക്കാരനെ പോലെ പീലാത്തോസിൻ്റെ മുൻപിൽ നിൽക്കുകയും ചെയ്തു. നമുക്ക് ഈ ഒരു ഭാവം ധ്യാനിക്കാം. ഇതിൽ പീലാത്തോസ് ദൈവത്തെ വെല്ലുവിളിക്കുന്നുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ വായിച്ചു, പീലാത്തോസ് അവനോട്, യേശുവിനോട്, നീ എന്നോട് സംസാരിക്കുന്നില്ലയോ? എനിക്ക് നിന്നെ ക്രൂശിപ്പാൻ അധികാരമുണ്ടെന്നും നിന്നെ വിട്ടയപ്പാൻ അധികാരമുണ്ടെന്നും അറിയുന്നില്ലല്ലോ എന്നുള്ളത്, അതായത് ക്രൂശിപ്പാനും വിട്ടയക്കാനും ഒക്കെയുള്ള അധികാരം ഉണ്ട് എന്ന് ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഈ ദിവസം നമ്മുടെ ധ്യാന വിഷയം എന്ന് പറയുന്നത് പീലാത്തോസാണ്. അതായത് പീലാത്തോസിന് അറിയാം യേശു കുറ്റം ചെയ്തിട്ടില്ല, യേശുവിൽ കുറ്റങ്ങളില്ല, തെറ്റില്ല, യേശുവിന് സ്വാതന്ത്ര്യം, നീതി കൊടുക്കണം എന്നുള്ളതറിയാം. പക്ഷേ പുറമേയുള്ള ജനങ്ങളെ തൃപ്തിപ്പെടുത്താൻ, അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ് പീലാത്തോസ് ഇങ്ങനെ ഏറ്റവും ഹീനകരമായിട്ടുള്ള ഒരു വിധി പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കുന്നു, പീലാത്തോസിൻ്റെ ജീവിതം എടുക്കുമ്പോൾ ഹി വൺ ദി എക്സ്റ്റേണൽ ബാറ്റിൽസ് ബട്ട് ലോസ്റ്റ് ദ ഇൻറ്റേർണൽ. അതായത് പുറമേ ലോകത്തോട് ജയിച്ചു, പക്ഷേ ഹി ലോസ്റ്റ് ടു ദ കോൺഷ്യൻസ്, മനസാക്ഷിയോട് തോറ്റു. അപ്പോൾ നമ്മൾ ഇന്ന് കാണുന്ന പല വ്യക്തികളും, ലോകത്തോട് ജയിച്ചു നിൽക്കുന്ന പല വ്യക്തികളും ആന്തരികമായി മുറിവേറ്റ് കിടക്കുകയാണ്. നമ്മൾ ഇന്ന് കാണുന്ന പലരും അവർ ലോകത്തോട് ജയിച്ചു നിൽക്കാൻ, സത്യത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി നിൽക്കാതെ പുറമേ ഉള്ള ആളുകളെ സന്തോഷിപ്പിക്കാൻ, അവരുടെ നിലനിൽപ്പിന് വേണ്ടി അങ്ങനെ ഒരു മുഖം കെട്ടുന്നവരാണ്. അതായത് നമ്മൾ ചരിത്രത്തിൽ തന്നെ ഒരുപാട് കറുത്ത അടയാളങ്ങളുണ്ട്. അധികാരത്തിൻ്റെ ഭ്രാന്ത് പിടിച്ചവർ, അതായത് അധികാരത്തിൻ്റെ ആ ഒരു അഹങ്കാരത്തിൽ ലോകത്തെ മൊത്തം നശിപ്പിക്കണം എന്ന്, ഒരു വംശം മൊത്തം നശിപ്പിക്കണം എന്ന് ആഗ്രഹിച്ച ഹിറ്റ്ലർ, രണ്ടാമതായിട്ട് അർദ്ധനഗ്നനായിട്ടുള്ള ഗാന്ധിജിയെ വലിച്ചു കീറണം എന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്ത വിൻസ്റ്റൺ ചർച്ചിൽ, 1770s നോക്കുകയാണെങ്കിൽ വോൾട്ടയർ, അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യത്തിൻ്റെ അഹങ്കാരത്തിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തി, യേശുക്രിസ്തുവും ബൈബിളും ഇനി 100 വർഷം കഴിഞ്ഞാൽ ഉണ്ടാകത്തില്ല. വേദപുസ്തകത്തിന് അകത്ത് നോക്കിയാൽ ആഹാബ്, ജെസബൽ, ഹെറോദ്, ഹാമാൻ, അതായത് ഊസിയ, നെബുക്കദ്നേസർ എന്നിങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഇനി വേദപുസ്തകത്തിന് പുറത്തോട്ട് പോയാൽ നീറോ, ഡയോക്ലീഷ്യൻ, ഡൊമീഷ്യൻ, അതുപോലെ തന്നെ
ഏഷ്യയുടെ ഹിറ്റ്ലർ എന്നറിയപ്പെടുന്ന കംബോഡിയയിലെ പോൾ പോട്ട്, ലിബിയയിലെ അൽ ഗദാഫി, ഉത്തര കൊറിയയിലെ കിം ജോങ് ഉൻ, ഇവരെല്ലാം അധികാരത്തിൻ്റെ അഹങ്കാരം പിടിച്ച നേതാക്കളായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പുറമേ ജയിച്ച പല വ്യക്തികളും അകത്ത് തോറ്റ് കിടക്കുകയാണ്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ ഇന്ന് നമുക്കറിയാം പല രീതിയിലുള്ള പ്രതിസന്ധികളുമൊക്കെ നേരിടുന്ന വ്യക്തികളാണ്. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിലും നമ്മൾ പല കാര്യങ്ങൾ സമൂഹത്തെയൊക്കെ ബോധ്യപ്പെടുത്താനും സന്തോഷിപ്പിക്കാനും തൃപ്തിപ്പെടുത്താനും വേണ്ടി ചെയ്യുന്നു. പക്ഷേ നമ്മുടെ നിലപാടുകളൊക്കെ നമ്മൾ അതിൽ സത്യവും ധർമ്മവും ഒക്കെ കാണിക്കണമെന്നില്ല. യാക്കോബ് എഴുതിയ ലേഖനത്തിലുമുണ്ട്, നന്മ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടും നന്മ ചെയ്യാത്ത ഒരു വ്യക്തി പാപമാണ് ചെയ്യുന്നത്. നന്മ ചെയ്യാൻ അവസരം ഉണ്ടായിട്ടും നന്മ ചെയ്യുന്നില്ലെങ്കിൽ അത് പാപമാണ്. അപ്പോൾ ഇന്ന് എനിക്ക് പറയാനുള്ളത്, രഹസ്യ പാപികളാണോ പരസ്യ പാപികളാണോ ആദ്യം വിധിക്കപ്പെടാൻ പോകുന്നത്? ബൈബിളിൽ തന്നെ കർത്താവ് പറയുന്നുണ്ട്, ചുങ്കക്കാരനും പാപിനിയായ സ്ത്രീയും ആദ്യം സ്വർഗത്തിൽ കയറും. അടി മൊത്തം മേടിക്കാൻ പോകുന്നത് നമ്മളാണ്. അതായത് രഹസ്യപാപികൾ. നമ്മുടെ ഒക്കെ രഹസ്യ ജീവിതം, സ്വകാര്യ ജീവിതം, ആരും കാണാത്ത ജീവിതം എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. നമ്മുടെ രഹസ്യ ജീവിതത്തിൽ നമ്മൾ കാണിക്കുന്ന സത്യസന്ധത, ആത്മാർത്ഥത, തീക്ഷ്ണത, സിൻസിയറിറ്റി, ട്രൂത്ത്ഫുൾനെസ്, ജെനുവിൻനെസ്, സ്ട്രെയിറ്റ് ഫോർവേഡ്നെസ്, ഇതൊക്കെ തന്നെയാണ് നമുക്ക് സ്വർഗത്തിലേക്കുള്ള ആ ഒരു കവാടം തുറക്കപ്പെടുന്നത്. പള്ളി പണിയാൻ പോകുന്ന ഒരു വൃദ്ധ ഒരു കല്ല് ചുമക്കുന്നു. പള്ളി പണിയാനായിട്ട് ഒരു കല്ല് ചുമക്കുന്ന വൃദ്ധ സത്യസന്ധതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി പറയുകയാണ്, ഞാനൊരു കത്തീഡ്രൽ പണിയുകയാണെന്ന്. അത്രയ്ക്കും ആത്മാർത്ഥതയും സത്യസന്ധതയും തീക്ഷ്ണതയുമാണ് താൻ ചെയ്യുന്ന ചെറിയ ജോലികളിലും അവർ പറഞ്ഞത്. അതായത് നമ്മുടെയൊക്കെ ജീവിതത്തിലും സ്വകാര്യ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന ആ എഫേർട്ട്, സിൻസിയറിറ്റി, ട്രൂത്ത്ഫുൾനെസ്, അതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വില നിർണ്ണയിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ മുഖം വികൃതമാക്കിയത് വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്നുള്ള ചോദ്യത്തിന് തീർച്ചയായിട്ടും വിശ്വാസി തന്നെയാണ്. കാരണം നമുക്ക് ദൈവത്തെക്കുറിച്ചും ദൈവവചനവും നമ്മൾ പള്ളിയിലെ ആരാധനയും എല്ലാത്തിലും പങ്കെടുത്തിട്ട് നമ്മൾക്ക് പള്ളിയുടെ അകത്ത് നമ്മൾ എങ്ങനെയാണോ എന്നുള്ളതല്ല, പള്ളിയുടെ വെളിയിൽ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ ലിറ്റർജിക്കൽ പെർഫോമൻസോ ഭക്തിയുടെ അഭ്യാസങ്ങളോ പ്രകടനങ്ങളോ ഒന്നുമല്ല ദൈവം മുൻപാകെ നീതീകരിക്കപ്പെടുന്നത്. വി ഹാവ് ടു ബി ദ ചേർച്ച് ആഫ്റ്റർ ദ സർവീസ്. അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ഒരു ചലഞ്ചും. അപ്പം ഇതിൽ പീലാത്തോസ് ചോദിക്കുന്നുണ്ട്, ഇതിൽ വാട്ട് ഷുഡ് ഐ ഡു വിത്ത് ജീസസ് ഹു ഈസ് കോൾഡ് ദ മെസ്സായ? ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെ എന്താണ് ചെയ്യേണ്ടത്? ഇത് തന്നെയാണ് ആധുനിക ക്രൈസ്തവൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. നമ്മുടെ മുന്നിലുള്ള ക്രിസ്തുവിനെ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ നീതികരമായിട്ട് ജസ്റ്റിസായിട്ട് പെരുമാറാനും നിലപാടുകൾ എടുക്കാനും സാധിക്കുന്നുണ്ടോ? ഇന്നത്തെ നമ്മുടെ നിലപാടുകൾ എന്ന് പറയുന്നത്, നമ്മൾ വേട്ടക്കാരൻ്റെ കൂടെ സഞ്ചരിക്കുകയും ഇരയോടുകൂടെ സഹതപിക്കുകയും ചെയ്യുന്നുണ്ട്. യേശു ക്രിസ്തുവിനോടുകൂടി നിലപാട് എടുക്കുകയും പീലാത്തോസിനോടുകൂടെ വിധി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന മനുഷ്യർ. നമുക്കാരെയും പരിക്കേൽപ്പിക്കേണ്ട, ആൻറ്റിയും ശരിയാണ്, അങ്കിളും ശരിയാണ്, ആരെയും ഉപദ്രവിക്കേണ്ട, എല്ലാവരെയും നമുക്ക് വേണം. പാമ്പിനെ തിന്നുന്ന നാട്ടിലെത്തിയാൽ നടുക്കഷ്ണം തിന്നണമെന്നാണല്ലോ നമ്മൾ നമ്മുടെ മക്കളോട് പറയുന്നത്. ഈ ഒരു ന്യായം, അതായത് ഇങ്ങനെയാണ് നമ്മുടെ നിലപാടുകൾ, ആരെയും ഉപദ്രവിക്കാതെ ആരെയും പരിക്കേൽപ്പിക്കാതെ. പക്ഷേ ഇത് ശരിയാണോ എന്നുള്ളതാണ് നമ്മൾ ഈ പകൽക്കാലം ചിന്തിക്കേണ്ടത്. കാരണം ഇന്നത്തെ കാലം എന്ന് പറയുന്നത് തിന്മയ്ക്ക് കൂട്ടിന് നിൽക്കുന്ന ഒരു കാലമാണ്. അതായത് നന്മയുടെ തല തളികയിലാക്കി കൊണ്ടുവരണം എന്ന് പറയുന്ന ശലോമിയുടെ തലമുറയുടെ കാലം. തിന്മയ്ക്ക് കൂട്ടിന് നിൽക്കണമെന്ന് മക്കൾക്ക് പ്രേരണ നൽകുന്ന ഹെരോദേവിൻ്റെ ഭാര്യമാരുടെ എണ്ണം കൂടുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ധൂർത്തപുത്രന്മാരും ധൂർത്തപുത്രിമാരുടെ എണ്ണം പെരുകുന്ന ഒരു കാലഘട്ടം. പൊത്തിഫറിൻ്റെ ഭാര്യയുടെ പ്രലോഭനം നിയന്ത്രിക്കാനായിട്ട് ആത്മസംയമനം, ആത്മനിയന്ത്രണം ഉള്ള
ജോസഫിനെ പോലുള്ളവരുടെ എണ്ണം കുറയുന്നവരുടെ കാലം. ഇത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, നമ്മൾ ആരുടെ കൂടെയാണെന്നുള്ളത്. ഇന്ന് പലപ്പോഴുമായിട്ട് കേട്ടിട്ടുണ്ട്, എലീശയെക്കാട്ടിലും ഗേഹസിയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത് എന്നുള്ളത്. ഏതോ ഒരു കവി പാടിയിട്ടുണ്ട്, തിന്മയുടെ ഈ കാലത്ത് അരി വാങ്ങാൻ ക്യൂവിൽ നിൽക്കുന്നു ഗാന്ധിജി, അരികെ കൂറ്റൻ വണ്ടിയിൽ യാത്ര ചെയ്യുന്നു ഗോഡ്സെ. ഗോഡ്സെക്കും ഹിറ്റ്ലറിനുമൊക്കെ ആരാധകരുള്ള ഈ ഒരു കാലത്ത് നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയാൻ നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം, ഇന്ന് ക്യാരക്ടർ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് വാട്ട് യു ആർ ഇൻ ദ ഡാർക്ക്നെസ്. ഇരുട്ടിൽ നമ്മൾ ആരാണോ അതാണ് ക്യാരക്ടർ. നമ്മുടെ പരസ്യ ജീവിതവും രഹസ്യ ജീവിതവും, അതായത് മുൻവാതിലും പിൻവാതിലും എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരേ ഒരു സ്വഭാവത്തോടു കൂടി, ഒരേ ഒരു നിലപാടോടുകൂടി ജീവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇന്ന് പല കുടുംബ ജീവിതങ്ങളും തകരാൻ കാരണം ചെറുപ്പക്കാരോ അല്ലെങ്കിൽ യൗവനത്തിലുള്ളവരുടെ പ്രണയമല്ല, മധ്യവയസ്കരുടെ, അതായത് 40-50 വയസ്സിലുള്ളവരുടെ അസ്ഥിക്ക് പിടിച്ച പ്രണയമാണ്. നമ്മളൊന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ ഫങ്ഷനായിട്ട് ഞാൻ പറയാം, ഐ ലവ് യു എന്നുള്ള വാക്ക് നമുക്ക് ചിന്തിക്കാം. ഐ ലവ് എന്നുള്ളത് അത് കോൺസ്റ്റൻ്റ് ആണ്, അതിന് മാറ്റമില്ല. ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൽ മാറ്റമില്ല. പക്ഷേ യു എന്ന് പറയുന്നത് വേരിയബിളാണ്, അത് മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഐ ലവ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്, അതിന് മാറ്റമില്ല. യു എന്ന് പറയുന്നത് വേരിയബിളാണ് മാത്തമാറ്റിക്കൽ ഫങ്ഷനിലെ, അത് മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇതുകൊണ്ട് തന്നെയാണ് കുടുംബജീവിതങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾക്കിന്ന് പകൽക്കാലം പിലാത്തോസിൻ്റെ ആ ഒരു ജീവിതം ധ്യാനിക്കുന്നതിലൂടെ നമ്മൾ തന്നെയല്ലേ ആ പിലാത്തോസ്, അതായത് വി വൺ ദി എക്സ്റ്റേണൽ ബാറ്റിൽസ് ബട്ട് ലോസ്റ്റ് ദ ഇൻറ്റേർണൽ, മനസ്സാക്ഷിയോട് തോറ്റുപോയ വ്യക്തികൾ. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, പിലാത്തോസ് വീടിൻ്റെ മുന്നറിയിപ്പുകളെ, ഓർമ്മപ്പെടുത്തലുകളെ അവഗണിച്ചു. ഹി ഫൊഗോട്ട് ദ റിമൈൻഡേഴ്സ് ഓഫ് ഹോം. പിലാത്തോസിൻ്റെ ഭാര്യ ഒരു കുറിപ്പിൽ എഴുതി അദ്ദേഹത്തിന് കത്ത് എഴുതി അയച്ചിരുന്നു, ഒരു കുറിപ്പിൽ അയച്ചിരുന്നു, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. പക്ഷേ നമ്മുടെ ഇന്നത്തെ പല വീടുകളും നമ്മൾ അന്യഭാഷ സംസാരിക്കേണ്ട കാര്യമില്ല, നേരായിട്ടുള്ള രീതിയിലുള്ള, ആരെയും അവഗണിക്കാത്ത, എല്ലാവരെയും കരുതുന്ന സ്നേഹത്തിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ ഭാഷ സംസാരിച്ചാൽ മതി. ഇന്ന് ബാബേൽ ഗോപുരം പോലെ വീട്ടിൽ പരസ്പരം പറയുന്നത് മനസ്സിലാവാത്ത ഒരു കാലമാണ്. അപ്പോൾ പിലാത്തോസും ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാവും, ഇതിൽ നീ ഇടപെടേണ്ട കാര്യമില്ല, നിനക്കിതിനെക്കുറിച്ച് എന്തറിവാണുള്ളത്, എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല. അപ്പം ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ നമ്മുടെയും വീടുകളിലുണ്ട്. അപ്പം നമ്മുടെയും വീടും പിലാത്തോസിൻ്റെ വീട് പോലെയാണ്. ഇതാണ് രണ്ടാമത്തെ പോയിന്റ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്. അപ്പോൾ നമുക്കിന്നറിയാം, നമ്മളിന്ന് പല നിലപാടുകൾ എടുക്കുമ്പോൾ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ പണ്ട് 80% റിലേഷൻഷിപ്പും 20% സ്ക്രീൻ ടൈമോ അല്ലെങ്കിൽ മീഡിയ, അതിനുള്ള മറ്റു പല എൻ്റർടൈൻമെൻറ്റിന് കൊടുക്കുന്ന സമയമായിരുന്നു. ഇന്ന് 80 അല്ലെങ്കിൽ 90% നമ്മൾ സ്ക്രീൻ ടൈമാണ്, 10% ഉള്ളൂ റിലേഷൻഷിപ്സ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ആദിമൂത്ത് വ്യാധിയാവുന്നതും സൈക്കോസൊമാറ്റിക് ഡിസീസസും, മൈഗ്രെയിനും, അങ്ങനെയുള്ള മെലൻകോളിക് ഡിപ്രഷൻ, ഇന്ന് ആർക്കും സന്തോഷമില്ല, ചിരിയില്ല, അങ്ങനെയുള്ള ഒരു കാലത്തിലേക്ക് നമ്മൾ വഴുതിപ്പോയത്. പരസ്പരം ചിരിക്കാനോ സംസാരിക്കാനോ നമ്മൾ ഇടം ഭവനത്തിൽ കണ്ടെത്തുന്നില്ല. ശരിക്കും നമ്മുടെ ഭവനങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു വാക്ക് പറയാം, ഹോംലെസ്നെസ് വിതിൻ ദ ഹോം. ഹോംലെസ് എന്നുള്ള വാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം, പക്ഷേ വീട്ടിനകത്തുള്ള ഹോംലെസ്നെസ് വിതിൻ ദ ഹോം, അതാണ് നമ്മുടെ ഇന്നത്തെ പല ഭവനങ്ങളും. പരസ്പരം പറയുന്നത് മനസ്സിലാവുന്നില്ല, പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാതെ കുടുംബങ്ങൾ തകർന്നു പോകുന്നു. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, വളരെ ഇൻസിൻസിയർ ആയിട്ടുള്ള റിച്വൽസിലാണ് പീലാത്തോസ് വിശ്വസിച്ചിരുന്നത്. കരക്ഷാളനം, നമുക്കറിയാം, പീലാത്തോസ് കൈ കഴുകി പറഞ്ഞു, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നുള്ളത്. നമ്മളും ഇതുപോലെ ആരാധനാലയങ്ങളിലൊക്കെ പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ, പങ്കാളിത്തമില്ലാതെ നമ്മുടെ ലിറ്റർജിക്കൽ പെർഫോമൻസസും നമ്മുടെ ഭക്തിയുടെ അഭ്യാസങ്ങളും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം എത്രമാത്രം നമ്മൾ സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും
ഒക്കെ സന്തോഷത്തിനും ഒക്കെ വേണ്ടി നമ്മൾ കൂട്ട് നിന്നിട്ടുണ്ട്, നമ്മൾ നിലപാടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇപ്പോൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ പീലാത്തോസിൻ്റെ ജീവിതം നമ്മൾ പരിശോധിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതമാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത്. അതായത് നമ്മൾ തന്നെയല്ലേ ആ പീലാത്തോസ് എന്നുള്ളത്. കാരണം അന്ന് നമുക്കറിയാം, ഏറ്റവും ഹീനകരമായിട്ടുള്ള ഒരു വിധിന്യായം, 4 തെറ്റുകളാണ് പീലാത്തോസ് ആ ഒരു ദിവസം ചെയ്തത്. അതായത് രാത്രി ഒരു പ്രതിയെ വിചാരണ ചെയ്യാൻ പാടില്ല, 1. 2, വിചാരണ ചെയ്യുന്ന ദിവസം വിധി പ്രസ്താവിക്കാൻ പാടില്ല. 3, വിധി പ്രസ്താവിക്കുന്ന ദിവസം പ്രതിയെ വധിക്കാൻ പാടില്ല. 4, ശബത്തിൻ്റെയോ ഉത്സവത്തിൻ്റെയോ ദിവസങ്ങളിൽ വിചാരണ പാടില്ല. ഇത് 4ഉം അറിയാഞ്ഞിട്ട്, 4ഉം പീലാത്തോസിന് അറിയാമായിരുന്നു. എന്നിട്ടും കൂടി അതെല്ലാം പൊളിച്ചു. ഇത് മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി, ജനത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. അപ്പം നമ്മളിത് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ നിലപാടുകൾ, നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ നമ്മൾ എങ്ങനത്തെ നിലപാടുകൾ, എല്ലാവരെയും ചേർക്കുന്നതാണോ? നമ്മൾ എങ്ങനെയുള്ള വ്യക്തികളാണ്? മുറിവ് ഉണ്ടാക്കുന്നവരാണോ അതോ മുറിവ് ഉണക്കുന്നവരാണോ? നമ്മുടെ വേഷം കെട്ടലുകളൊക്കെ അഴിച്ചാൽ തന്നെ നമ്മൾ നല്ലൊരു ക്രിസ്ത്യാനിയായി. നമുക്ക് വേഷം കെട്ടലുകളല്ല വേണ്ടത്, വേഷം അഴിക്കലുകളാണ്. നമ്മുടെ വേണ്ടാത്ത വേഷം കെട്ടലുകളൊക്കെ മാറ്റിയാൽ തന്നെ നമ്മൾ നല്ലൊരു ക്രിസ്ത്യാനിയായി. നമ്മൾ മറ്റുള്ളവരെ ചെറുതാക്കാൻ നമ്മൾ സ്മാർട്ടാണ്, പക്ഷെ ചെറുതാവാനോ മറ്റുള്ളവരെ സഹായിക്കാനും അവർക്ക് ഒരു സഹായത്തിൻ്റെ ഒരു ഹസ്തം നീട്ടാനോ, അതുപോലെ തന്നെ കാല് വാരാൻ നമുക്കറിയാം, കാല് പിടിക്കാനോ, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പകൽക്കാലം ചിന്തിക്കേണ്ടത്. നമ്മൾ മുറിവ് ഉണക്കുന്നവരാണോ അതോ മുറിവുണ്ടാക്കുന്നവരാണോ? ദൈവസന്നിധിയിൽ നമുക്ക് അസാധ്യമായിട്ടൊന്നും ഒന്നുമില്ല. ദൈവത്തിന് 1ാം സ്ഥാനം നൽകിക്കൊണ്ട് നമ്മുടെ ഈ ജീവിതം ദൈവത്തിന് ആരാധനയും മഹത്വവും സ്ഥാനവും ഒക്കെ കൊടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടും. നമ്മൾ ദൈവസന്നിധിയിൽ മാതാപിതാക്കൾ വീണ് കിടക്കുകയാണെങ്കിൽ അകലങ്ങളിൽ നമ്മുടെ മക്കൾ വീഴാതെ ദൈവം കാത്തുകൊള്ളും.